ഘടകങ്ങളെ വ്യക്തിജീവിതത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കാൻ പരിശ്രമിക്കേണ്ടത് അനിവാര്യമാണ്. ഞാൻ അഭിലാഷ് നാരായണൻ, കൊല്ലം. നമ്മുടെയൊക്കെ വ്യക്തിജീവിതത്തിൽ നമ്മൾ കൊച്ചുകുട്ടികൾ ബലൂണുകൾ ഉയർത്തി പിടിച്ചുകൊണ്ട് സന്തോഷിക്കുന്നത് പോലെ ചില ഘടകങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിച്ച് അതിൻ്റെ ആനന്ദത്തെ നുകരേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഘടകങ്ങളെക്കുറിച്ച് നമുക്ക് ഈ സമയത്തൊന്ന് ചിന്തിക്കാം. ആരോഗ്യമുള്ള ശാരീരിക മാനസികമായ അവസ്ഥ, അവയാണ് ആദ്യമായി നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത്. ആരോഗ്യപൂർണമായ ശരീരത്തിൻ്റെയും അതുപോലെ തന്നെ മനസ്സിൻ്റെയും അവസ്ഥ അതെപ്പോഴും ഒരു പോസിറ്റീവ് എനർജി പകരുന്നതാണ്. രണ്ടാമത്തതായി നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് ന്യായമായ അറിവാണ്. ജീവിതത്തിൽ അനിവാര്യമായ അറിവാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കണം. ന്യായമായ അറിവിനെ ഉയർത്തിപ്പിടിക്കണം. മൂന്നാമത്തത് തൊഴിൽപരമായ നേട്ടങ്ങൾ. നമ്മുടെ ജീവിത സന്ധാനത്തിന് വേണ്ടിയിട്ടുള്ള തൊഴിൽപരമായ നേട്ടങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കണം. നാലാമത് സാമൂഹികപരമായ അംഗീകാരം. നമ്മൾ ജീവിക്കുന്ന സമൂഹം എത്ര കണ്ട് നമ്മളെ അംഗീകരിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. സാമൂഹികമായ അംഗീകാരം. അഞ്ചാമത്തത് ഏതൊരു കാര്യത്തിലും നമുക്ക് സ്വയം ആ കാര്യം ചെയ്യാൻ സാധിക്കുമെന്നുള്ള സ്വയം പര്യാപ്തത ബോധം അതെപ്പോഴും ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയിൽ വളരെ പ്രധാനമാണ്. ആറാമത്തത് പ്രവർത്തന മികവാണ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആ കാര്യത്തിൽ ഒരു മികവ് പുലർത്തുക എന്നത് വളരെ പ്രധാനമാണ്. അത് കഴിഞ്ഞാൽ ഏഴാമത്തത് എന്ന് പറയുന്നത് ജീവിത ദർശനമാണ്. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ മാതൃകാപരമായി അവർക്ക് വഴികാട്ടിയാകാൻ സാധിക്കുന്ന ജീവിതത്തിൻ്റെ സന്ദേശം, അതിനെ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ജീവിക്കുക എന്നുള്ളതാണ് ഏഴാമത്തത്. എട്ടാമത്തത് എന്ന് പറയപ്പെടുന്നത് ജീവിത നേട്ടങ്ങളാണ്. നമ്മൾ ഓരോ ജീവിതത്തിൽ നേടിയിട്ടുള്ള ഭൗതികമാണെങ്കിലും ആധ്യാത്മികമാണെങ്കിലും ബൗദ്ധികമാണെങ്കിലും അങ്ങനെയുള്ള നേട്ടങ്ങൾ, അങ്ങനെയുള്ള ഈ 8 കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ച ഒരു കുട്ടി തൻ്റെ കയ്യിലിരിക്കുന്ന ബലൂണിൽ നിന്ന് ആനന്ദം നുകർന്നുകൊണ്ട് അവൻ അതിൽ ലയിക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ കർമ്മങ്ങളിലൂടെയുള്ള ഈ നേട്ടങ്ങളെ ഉയർത്തിപ്പിടിച്ച്, ഈ ഘടകങ്ങളെ ഉയർത്തിപ്പിടിച്ച് അതിൽ ആനന്ദിക്കുവാൻ സാധിക്കണം. ഒരു സാധാരണ ജീവിതത്തിൽ അനിവാര്യമായ ഈ 8 ഘടകങ്ങളെ നമ്മളെപ്പോഴും പുനരാവർത്തി നമ്മൾ ഓർത്ത് മുന്നോട്ട് പോകണം. അതിന് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.